വിവാഹത്തിന് മുമ്പ് ജാതക പരിശോധന വേണം എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ജാതകം പരിശോധിച്ച ശേഷം വേണം വിവാഹം കഴിക്കാൻ. ഇപ്പം എല്ലാ സമുദായക്കാരും ജാതകം പൊരുത്തം നോക്കുന്നുണ്ട്. കാരണം എന്താണ്? പക്ഷെ പൊരുത്തം നോക്കുന്ന ജ്യോത്സ്യൻ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഒരാളുടെ ജാതകത്തിൽ പൊരുത്തം 6 8 ഒക്കെ ഉണ്ട്, 10 ഉണ്ടെന്ന് സംഭവിച്ചു, 10ൽ 10 പൊരുത്തം ഉണ്ടാവും. പക്ഷേ ഈ ആളുടെ ക്യാരക്ടർ എന്താണ്, ഈ ആളുടെ ശുക്രൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നോക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കല്യാണം കഴിഞ്ഞിട്ട് ആണ് വേറോടെ പോകും, പെണ്ണ് വേറോടെ പോകുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ ശേഷം ദാമ്പത്യ ജീവിതം മോശമാണ്, പുറത്തു പറയാതെ സഹിച്ച് ജീവിക്കുന്നവർ ഇപ്പോൾ കാലത്തില്ല. പണ്ടൊക്കെയാണ് സഹിക്കും, ഇപ്പോൾ എന്ത് വന്നു പറഞ്ഞാൽ 2ാം വാക്കിന് ഡൈവോഴ്സാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? 2ഉം 3ഉം ഡൈവോഴ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അപ്പം നമ്മൾ പൊരുത്തം നോക്കുമ്പോൾ പൊരുത്തത്തിൽ 10 പൊരുത്തത്തിൽ 10 പൊരുത്തത്തിനോടൊപ്പം തന്നെ ഈ വ്യക്തികളുടെ ക്യാരക്ടറുകൾ നമ്മൾ ചിന്തിക്കണം. അതെന്തൊക്കെയാണ് നോക്കേണ്ടത്? ആദ്യമായിട്ട് ഇവരുടെ 7ാം ഭാവം എന്താണ്, 7ാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ 7ാം ഭാവം, ആ 7ാം ഭാവാധിപൻ ശശിമംഗള യോഗം വരിക, അതൊക്കെ ഒരു ഗുണമുള്ള സാധനമല്ല.